നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ബാഴ്സലോണയും PSG-യും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. PSG-യുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന ആദ്യപാദ മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് വിജയിക്കാൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ ബാഴ്സക്ക് തന്നെ അനുകൂലമായിട്ടുള്ളത്. എന്നാൽ PSG-യുടെ പരിശീലകനായ ലൂയിസ് എൻറിക്കെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. അതായത് ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സെമിയിലേക്ക് മുന്നേറാൻ തങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നാണ് ഇപ്പോൾ ലൂയിസ് എൻറിക്കെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആദ്യ പാദത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം രണ്ടാം പാദത്തിൽ തിരിച്ചു വന്നുകൊണ്ട് മുന്നേറാൻ ഇതുവരെ PSG-ക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത്തവണ അതിന് സാധിക്കുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. തോൽവിക്ക് ശേഷം മറ്റൊരു മത്സരം കളിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മാനസികമായി ഞങ്ങൾ റിക്കവർ ആകേണ്ടതുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഞങ്ങൾക്ക് മുന്നിൽ മറ്റൊരു അവസരം കൂടി ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ സമനിലയെങ്കിലും അർഹിച്ചിരുന്നു. ഞങ്ങൾക്ക് കൂടുതൽ മികച്ചവരാവേണ്ടതുണ്ട്. ഞങ്ങൾ തിരിച്ചടിക്കും, അതിന് കഴിയുമെന്ന് ഞങ്ങൾ തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ ഹൈപ്രസ് ഫുട്ബോൾ ആയിരിക്കും കളിക്കുക. കൂടുതൽ ഗോളുകൾ പിറക്കാൻ സാധ്യതയുള്ള ഒരു മത്സരം തന്നെയായിരിക്കും ഇതാണ് PSG-യുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മുൻപ് PSG-ക്കെതിരെ അത്ഭുതകരമായ രൂപത്തിൽ തിരിച്ചുവരവ് നടത്തിയവരാണ്, അല്ലെങ്കിൽ ആ ഒരു ചരിത്രമുള്ളവരാണ് ബാഴ്സലോണ. ആദ്യ പാദത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെട്ട ബാഴ്സലോണ രണ്ടാം പാദത്തിൽ 1-നെതിരെ 6 ഗോളുകളുടെ വിജയം നേടിക്കൊണ്ട് മുന്നേറുകയായിരുന്നു. അന്ന് ബാഴ്സയെ പരിശീലിപ്പിച്ച ലൂയിസ് എൻറിക്കെയാണ് നിലവിൽ PSG-യുടെ പരിശീലകനായിക്കൊണ്ട് നിലകൊള്ളുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.